ഹലോ ഹായ് നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ MV വ്ളോഗ്സ്. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു. ഇന്ന് തംബ്നെയിൽ കണ്ട പോലെ തന്നെ രുദ്രൻ്റെ സെക്കൻഡ് വാക്സിനേഷനാണ്. അപ്പോൾ രാവിലെ ഞാൻ നല്ല കുട്ടിയായിട്ട് എണീറ്റു. അത് സംഭവിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രുദ്രൻ ഇന്നലെ നേരത്തെ ഉറങ്ങി, പതിവിലും നേരത്തെ ഉറങ്ങി. അപ്പോൾ അവന് 6 മണിയായപ്പോഴേക്കും അവൻ്റെ ഉറക്കം തെളിഞ്ഞു. അവൻ എണീറ്റു, പാലൊക്കെ കുടിച്ച് കളി തുടങ്ങി. പിന്നെ ഒരു 7-7:15 വരെ മൂപ്പര് കളിച്ചിട്ട് വീണ്ടും പാല് കുടിച്ചിട്ട് ഉറങ്ങി. അപ്പോൾ നമ്മുടെ അപ്പോയിൻമെൻറ്റ് 10 മണിക്കാണ്. അപ്പോൾ ഉറങ്ങിയപ്പോൾ ഞാൻ എന്ത് വിചാരിച്ചു, പിന്നെയും ഞാൻ കിടന്ന് ഉറങ്ങിക്കഴിഞ്ഞാൽ എൻ്റെ വർക്കൗട്ട് നടക്കത്തില്ല, പിന്നെ വന്നു കഴിഞ്ഞാൽ മടിയാവും. അപ്പം ഞാനിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ മുന്നേ തന്നെ വർക്കൗട്ട് അങ്ങ് ഒരു ജോലി പോലെ അങ്ങ് ചെയ്ത് തീർക്കും, അല്ലെങ്കിൽ ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ മടി പിടിക്കും. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഞാൻ അവനെ ഉറക്കിയിട്ട്, ശ്രീകുട്ടൻ ഉറങ്ങുമായിരുന്നു, ഞാൻ ഉറക്കിയിട്ട് താഴെ പോയിട്ട് എൻ്റെ വർക്കൗട്ടൊക്കെ കഴിഞ്ഞ് കുളിച്ച് റെഡിയായി. ഇതേ ഇപ്പോൾ രുദ്രൻ എണീറ്റിട്ടുണ്ട്. ഇനി അവനെ ഒന്ന് കുളിപ്പിച്ച് സെറ്റാക്കിയിട്ട് നമുക്ക് പോകാം. അപ്പോൾ കുട്ടി ഒരു വീഡിയോ ആയിരിക്കും, ജസ്റ്റ് ഒരു മെമ്മറി, അത്രേ ഉള്ളൂ. അപ്പോൾ നമുക്ക് പോയി നോക്കിയാലോ. അങ്ങനെ നമ്മളുടെ കുട്ടി കുറുമ്പനിത എണീറ്റ് കഴിഞ്ഞു. ഇനി അവനൊന്ന് കുളിപ്പിക്കണം. കാരണം ലാസ്റ്റത്തെ വാക്സിനേഷന് അവന് 2-3 ദിവസം പനിച്ചു. അപ്പോൾ പനിയുള്ള ദിവസം ഞാൻ അങ്ങനെ കുളിപ്പിക്കാൻ, അത് എനിക്കത്ര താല്പര്യമില്ലാത്ത സംഭവം ആയതുകൊണ്ട് ഇന്ന് കുളിപ്പിച്ചിട്ട് അങ്ങ് കൊണ്ടുപോയി കഴിഞ്ഞാൽ പിന്നെ പനി ഉണ്ടെങ്കിൽ നമുക്ക് കുളിപ്പിക്കേണ്ടല്ലോ. അതുകൊണ്ട് അവൻ്റെ കുളിസീനാണ് ഗൈസ്. ഇവൻ വലുതാവുമ്പോൾ ഈ കുളിസീനൊക്കെ കാണിച്ചതിന് എന്നെ ചിലപ്പോൾ ചീത്ത പറഞ്ഞേക്കാം, പക്ഷേ ഇറ്റ്സ് ഓക്കെ അല്ലേ? യാ, എൻ്റെ ബേബി അല്ലേ, പോട്ടെ, ക്ഷമിക്കുമായിരിക്കും. കുളി കഴിഞ്ഞോ? ആർ യു റെഡി? രുദ്ര, ആർ യു റെഡി? രുദ്രി റെഡി ആയോ? ഇഞ്ചക്ഷൻ കുത്തി റെഡി ആണോ? ആർ യു റെഡി? അന്തം വിട്ടിരിക്കുന്നുണ്ട്. ആർ യു റെഡി രുദ്ര? ആർ യു റെഡി? ഇഞ്ചക്ഷൻ കുത്താൻ റെഡി ആണോ? ഇഞ്ചക്ഷൻ കുത്താൻ ഹുഡിയൊക്കെ ഇട്ട് പോവുകയാണ് ഞങ്ങൾ. ഹൗസ് ആർ ഔട്ട്ഫിറ്റ് ഗൈസ്? ചോദിക്കൂ ഗൈസ്, ഹൗസ് മൈ ഔട്ട്ഫിറ്റ്? How's my outfit? ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് വരാം കേട്ടോ, എന്നിട്ട് നമുക്ക് പോകാം. ഇഞ്ചക്ഷൻ കുത്താൻ പോകാം കേട്ടോ. ഞാൻ എന്തായാലും വേഗം ദോശ കഴിക്കട്ടെ. സമയം 9:30 10 മണിക്കാണ് നമ്മളുടെ അപ്പോയിൻമെൻറ്റ്. ഇന്ന് വീണ്ടും കുത്തും, അയ്യോ. ഓക്കെ, അപ്പോൾ നമുക്ക് വേഗം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം, എന്നിട്ട് നമുക്ക് പോകാം. അവിടെ ഒരാളെന്നെ നോക്കി കിടക്കുന്നുണ്ട്. ഇതാണ് കേട്ടോ റെഡ് ബുക്ക്. അതായത് പിള്ളേർക്ക് അവരുടെ റെക്കോർഡ്സും അവരുടെ വാക്സിനേഷനും കാര്യങ്ങളും നോട്ട് ചെയ്യുന്ന സംഭവമാണ്. ദേ എഴുതിയിരിക്കുന്നു, രുദ്രാൻഷ് വൈഭവ്, ബേബി ഓഫ് മിഥില വേണുഗോപാൽ. അതൊക്കെ കാണുമ്പോൾ എന്തൊരു ആത്മസംതൃപ്തി അല്ലേ. നിങ്ങൾക്ക് ചുറ്റും വല്ല പക്ഷികളുടെ ശബ്ദം കേൾക്കാനുണ്ടെങ്കിൽ വെറും യാദൃശ്ചികം, ഞാൻ വോയിസ് ഓവർ പുറത്തുനിന്ന് ചെയ്യണോണ്ടാണ്. സോ ഇതാണ് റെഡ് ബുക്ക്, അത്രേ ഉള്ളൂ. ഞങ്ങളുടെ പോവാണ് ഗായ്സ്, ഇഞ്ചക്ഷൻ കുത്താൻ പോവാണ് ഗായ്സ്. Oh, yo guys. Let's go. എന്താ പിന്നെ ഇത്ര സന്തോഷം? ഇഞ്ചക്ഷൻ കുത്താൻ നിനക്ക് ഇത്ര സന്തോഷം? ചലോ ബൈ. ചിരിച്ചോ. You've got gorgeous eyes. Are you flirting? Oh yeah. Okay, right. Put them back a little bit, Dad. So then we do. Right. Do we like this last? Okay. Right. She's not going to like me now. Whoop,
ഞങ്ങള് ബ്രേവ് പോയാണ് ഗൈസ്. ഞങ്ങള് 2 കുത്തി ഇല്ല. അപ്പൊ ഞങ്ങള് വീട്ടിൽ പോട്ടെ. അങ്ങനെ ഞങ്ങൾ സക്സസ്ഫുള്ളി വാക്സിനേഷൻ ഒക്കെ കഴിഞ്ഞ് എത്തി. ഇന്ന് ഈ ഒരു കുട്ടി വീഡിയോ, എനിക്ക് ആദ്യത്തെ ഇവൻ്റെ ഇത് 2ാമത്തെ വാക്സിനേഷനാന്ന് പറഞ്ഞില്ലേ, ആദ്യത്തെ വാക്സിനേഷനിലൊന്നും എനിക്ക് ത്രാണി ഉണ്ടായിരുന്നില്ല കാണാൻ വേണ്ടിയിട്ട്. ഞാൻ അപ്പുറത്ത് കിടന്ന് മോങ്ങലായിരുന്നു. അതുകൊണ്ട് ഞാൻ ആ വീഡിയോ ഒന്നും ആക്കാനുള്ള ഒരു ഇതുണ്ടായിരുന്നില്ല. ഇന്ന് ഞാൻ പിന്നെ ഇന്ന് വിചാരിച്ചു ഇന്ന് കുട്ടി ഒരു വീഡിയോ എടുത്തേക്കാം, ഇവന് സൂചി കുത്തണ വീഡിയോ എടുത്തേക്കാം എന്ന് വിചാരിച്ചു. അപ്പം അങ്ങനെ സെക്കൻഡ് വാക്സിനേഷൻ കഴിഞ്ഞു. 2 എണ്ണം കാലിലാണ് കുത്തിയത്. നല്ലൊരു അമ്മമ്മ ആയതുകൊണ്ട് ഫസ്റ്റ് ടൈമും കുത്തിയപ്പോൾ ആ അമ്മമ്മ തന്നെയായിരുന്നു കേട്ടോ. ഭയങ്കര സ്വീറ്റായിട്ട് ആണ് സംസാരിച്ച് ഇങ്ങനെ കുത്തുക. അപ്പോൾ അവൻ കൂടുതൽ അങ്ങനെ ഇല്ല, കുത്തുമ്പോൾ ഒരു എന്ന് പറഞ്ഞൊരു കരച്ചിൽ, പിന്നെ അങ്ങനെ പെട്ടെന്ന് ശാന്തിയാവും. എന്തായാലും ആ ഒരു യുദ്ധം കഴിഞ്ഞു. ഇനി ഫസ്റ്റ് വാക്സിനേഷന് ആയിരുന്നു കുറച്ച് ഒരു 3-4 ദിവസം പനിച്ചു. അപ്പോൾ കാൽപോൾ കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാൽപോൾ കൊടുത്തു. ഇവൻ അത്ര ക്രാങ്കി ആയിരുന്നില്ല കേട്ടോ. ഇവനങ്ങനെ എന്താ പറയുക, ഭയങ്കര കരച്ചിലോ വയ്യായ്മയൊന്നും ടച്ച് വുഡ് അങ്ങനെ ഉണ്ടായില്ല. പക്ഷെ പനിച്ചു. പിന്നെ ഫസ്റ്റ് 2 ദിവസം നല്ല ഉറക്കമായിരുന്നു. എനിക്ക് തോന്നുന്നു ആ കാൽപോളിൻ്റെ ഡോസേജ് കാരണം ഇങ്ങനെ ഉറങ്ങ തന്നെയായിരുന്നു. അപ്പം ഇപ്രാവശ്യം കാൽപോൾ കൊടുക്കണ്ട, പനി വരികയാണെങ്കിൽ മാത്രം കൊടുത്താൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ആ 2 ഇഞ്ചക്ഷൻ കഴിഞ്ഞപ്പോൾ തന്നെ ആശാൻ ഉറക്കായി. അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞു. അപ്പോൾ ഇത്ര ഉണ്ടായിരുന്നുള്ളൂ. ഇന്നൊരു കുട്ടി വീഡിയോ ആയിരുന്നു. ഇഫ് യു ലൈക്ക് ദിസ് വീഡിയോ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ നമുക്ക് അടുത്ത വ്ളോഗിൽ കാണാം.